ഹായ് എവരി വൺ. കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി നമ്മളൊരു ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഇപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞവരൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും KSNC ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെ ഒരു ഫേസ് ആയിരിക്കും വരിക. അതിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പേര്, കോഴ്സ് BSc, പിന്നെ നമ്മുടെ ഫോൺ നമ്പർ, ദെൻ വെരിഫൈ OTP ചെയ്യുക. എന്നിട്ടൊരു സെക്യൂരിറ്റി പിൻ അടിച്ചു കൊടുക്കുക. ആ സെക്യൂരിറ്റി പിൻ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഫ്യൂച്ചറിലും ഈ ആപ്പ് ലോഗിൻ ചെയ്യാനൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. യൂസർ ID നമ്മുടെ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും. മിക്കതും നമ്മുടെ ഫോൺ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഫേസ് ആയിരിക്കും കേട്ടോ വരും. ഇതിൽ പെർമനൻറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫേസ് വരും. അതിൽ ആധാർ KYC വെരിഫിക്കേഷൻ അത് ക്ലിക്ക് ചെയ്യുക. ഇത് ഓൾഡ് ആപ്പിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. ഓൾഡ് വേർഷൻ, ആ ആപ്പിൻ്റെ ഓൾഡ് വേർഷൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ നമ്മൾ ന്യൂ വേർഷനും ഓൾഡ് വേർഷനും ക്ലിക്ക് ചെയ്താൽ ഇതേപോലത്തെ ഒരു പേജ് ആയിരിക്കും വരിക. ദെൻ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. എന്നിട്ട് ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ OTP സെലക്ട് ചെയ്യുക. അപ്പോൾ മെസ്സേജായിട്ട് നമുക്ക് OTP വരും. അത് സബ്മിറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിജിലോക്കർ KYC വെരിഫിക്കേഷൻ ആണ്. അത് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് KYC എന്ന് വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫേസ് ആണ് വരിക. അതിൽ നമ്മൾ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ OTP വരും. OTP സബ്മിറ്റ് ചെയ്യുക. ഈ ഒരു ഫേസിലാണ് നമുക്ക് ഡിജിലോക്കറിൻ്റെ ആവശ്യം വരുന്നത്. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ അത് പോയി കണ്ടിട്ട് വേണം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ. OTP സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിജിലോക്കറിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു പിന്നുണ്ട്, ഒരു സെക്യൂരിറ്റി പിന്ന് നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പിന്ന് ഇതിൽ ഇപ്പോൾ ചോദിക്കുന്നത്, അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. പിന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് മൈ പിൻ അടിച്ചാൽ ന്യൂ പിന്ന് സെറ്റ് ആക്കാൻ പറ്റും കേട്ടോ. പിൻ അടിച്ചതിന് ശേഷം ഡൺ എന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇങ്ങനൊരു ഫേസ് വരും. ഈ ഫേസിൽ നമ്മൾ മെയിനായിട്ട് ആധാർ കാർഡ്, പാൻ കാർഡ്, SSLC ഈ 3 മസ്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അതേപോലെ +2 നിങ്ങൾ സെലക്ട് ചെയ്തോളൂ കേട്ടോ. ദെൻ ഡിജിലോക്കർ ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അതും കൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് അലോ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രോസസ്സിങ് എന്ന് പറഞ്ഞ് കാണിക്കും കേട്ടോ. അപ്പോൾ പ്രോസസ്സിങ് ഒരു 2 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്ന് നമ്മൾ കൊടുക്കണം കേട്ടോ. അതും അതേ 2 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഓപ്പണായി വരുള്ളൂ. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒന്ന് സ്കാൻ ചെയ്താൽ തന്നെ ഇതിലെല്ലാം അപ്ലോഡായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഡിജിലോക്കർ KYC ഹാസ് ബീൻ ഡൺ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും. ദെൻ നമ്മൾ വീണ്ടും വെരിഫൈ ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് 2 വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ദെൻ വ്യൂ സർട്ടിഫിക്കറ്റ്സ് നോക്കുന്നു. അതിൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡായോ നോക്കുന്നു. ദെൻ നമ്മൾ സ്റ്റെപ്പ് 3ലേക്കാണ് പോകുന്നത്. പേഴ്സണൽ ഇൻഫോ അത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെ ഒരു ഫേസ് ആയിരിക്കും കേട്ടോ വരിക. ഇതിൽ നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ആ പെൻ പോലെയുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ ഫോട്ടോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിൽ അങ്ങനെ ഓപ്ഷനൊക്കെ ഉണ്ട്, ബട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതിൽ രജിസ്ട്രേഷൻ നമ്പർ ഒന്നും ക്ലിക്ക് ആവില്ല. നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതൊന്നും ചെയ്യണ്ട. അല്ലാതെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്ത് വയ്ക്കാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് കോൺടാക്റ്റ് ഇൻഫോ സ്റ്റെപ്പ് 4 ക്ലിക്ക് ചെയ്യാം. ഇങ്ങനൊരു ഫേസ് ഓപ്പണായി വരും കേട്ടോ. ഇതിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ മേലത്തെ പെന്നിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സേവ് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് 5th സ്റ്റെപ്പ് എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ ആണ്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് എഡ്യൂക്കേഷൻ എന്ന് കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡിഗ്രി കൊടുക്കുക, BSc നഴ്സിംഗ്. ദെൻ സെലക്ട് യുവർ സബ്ജക്റ്റ് കൊടുക്കേണ്ട. അതേപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി കൊടുക്കുക. കോളേജ് സെലക്ട് ചെയ്യുക. അതിൽ സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ വരും. പിന്നെ ഇയർ ഓഫ് കോഴ്സ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്നത് നവംബർ ആണ് 2021. പാസിംഗ് ഇയർ December 2025 ആണ് കേട്ടോ. അത് തെറ്റിക്കരുത് ആരും. ദെൻ സേവ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എടുക്കുക. സ്റ്റെപ്പ് 6 പെർമനൻറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു ഫേസ് ഓപ്പണായി വരും കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ പേയ്മെൻറ്റ് 4 ആണ്. പെർമനൻറ്റ് രജിസ്ട്രേഷൻ എന്ന് നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. പെർമനൻറ്റ് രജിസ്ട്രേഷൻ റോങ് ആയി കൊടുക്കരുത്. അപ്പോൾ നമുക്ക് എമൗണ്ട് വരും 1000 rupees. മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് വരും. അതിൽ GPay, UPI എന്നൊക്കെ ഉണ്ടാവും. ഞാൻ GPay വഴിയാണ് ചെയ്തത്. 1011 rupees ആണ് എനിക്കായത് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് വരും കേട്ടോ. മെസ്സേജ് അല്ലെങ്കിൽ മെയിൽ വരും കേട്ടോ. ദെൻ സ്റ്റെപ്പ് 7 പോയിട്ട് റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനൊരു ഫേസ് ആണ് കേട്ടോ ഓപ്പണായി വരിക. അപ്പോൾ നമ്മുടെ എല്ലാ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. നമുക്ക് വിത്തിൻ 5 days നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും കേട്ടോ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നഴ്സ് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ടാറ്റ, ബൈ ബൈ.